നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിയിൽ ഇപ്പോൾ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ സുരേന്ദ്രൻ വീടുകളിൽ വോട്ട് ചോദിക്കാനായി ചെല്ലുന്ന അവസരത്തിൽ പാലക്കാട് ബി ജെ പി വിശ്വാസികളായ പൊതുജനം പല വീടുകളിലും സുരേന്ദ്രനോട് ചോദിച്ചത് നിങ്ങൾക്ക് സി കൃഷ്ണകുമാർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്താൻ കിട്ടിയില്ലേ എന്നാണ്. ഇത് ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്തയല്ല. സി കൃഷ്ണകുമാർ ഒരു ശരിയായ സ്ഥാനാർത്ഥി അല്ല എന്ന് സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും സുരേന്ദ്രനോട് ഈ ചോദ്യം ചോദിച്ച പല വീട്ടുകാരും, അതായത് ഏതാണ്ട് 6000-ൽ-അധികം വോട്ട് ബി ജെ പിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് ബി ജെ പിക്കാർ വോട്ട് ചെയ്തില്ല എന്ന് തന്നെയാണ് പല ബൂത്തുകളിൽ നിന്നും ബി ജെ പി നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയത്. 6000-ൽ-അധികം വോട്ട് ബി ജെ പിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല. അതായത് പാലക്കാട് ബി ജെ പിയുടെ നീണ്ടകാല പ്രവർത്തകൻ, ബി ജെ പിയുടെ ഗ്രാസ് റൂട്ട് അറിയാവുന്ന പ്രവർത്തകൻ എൻ ശിവരാജനാണ് ഇത്തരത്തിൽ കുറേ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ ഇപ്പോൾ പരസ്യമായ വിശദീകരണത്തിന് ഇറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അതായത് അടിത്തട്ട് വരെ പാലക്കാട് മണ്ഡലത്തിൽ അടിത്തട്ട് വരെ RSS ഇറങ്ങി പ്രവർത്തിച്ചിട്ട് പോലും അവരുടെ ആ തന്ത്രവും പിഴയ്ക്കുകയാണ് ഉണ്ടായത്. ബി ജെ പി സാധാരണ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു RSS നിയോഗിക്കുന്ന, ബി ജെ പിയിൽ RSS നിയോഗിക്കുന്ന ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടാകും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. സന്ദീപ് വാര്യരുടെ വിട്ടുപോക്കിനെ തടയാൻ വേണ്ടി ആയിരുന്നു RSS ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. എന്നാൽ തോൽവിയുടെ ഭാരം അതുകൊണ്ടും കുറയ്ക്കാൻ ആയില്ല. ഏതായാലും ഇപ്പോൾ നേതൃത്വത്തിൽ പരസ്പരം പഴിചാരുകയാണ് നേതാക്കൾ. പി കെ കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നു എന്നുണ്ടെങ്കിലും അവരുടെ പക്ഷം, ശോഭാ സുരേന്ദ്രൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും സുരേന്ദ്രനെതിരെ വാളോങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ശിവരാജൻ, പാലക്കാട്ടത്തെ ഒരു പഴയ പ്രവർത്തകനായ ശിവരാജൻ പറയുന്നത് താൻ 1 സെന്റ് ഭൂമി പോലും അധികമായി ഉണ്ടാക്കിയിട്ടില്ല, തനിക്ക് കിടക്കുന്ന കിടപ്പാടം മാത്രമേ ഉള്ളൂ, കൃഷ്ണകുമാറിൻ്റെ സ്വത്ത് അന്വേഷിക്കണം എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ബി ജെ പി കൊണ്ട് താൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. തനിക്ക് ഫൈനാൻസ് ബന്ധമില്ല, ഭൂമി ഇടപാടില്ല എന്നൊക്കെ ശിവരാജൻ പറയുമ്പോൾ ആർക്ക് നേരെയാണ് ശിവരാജൻ വിരൽ ചൂണ്ടുന്നത്? ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നോക്കാം. കോഴിക്കോടുകാരനായ പി രഘുനാഥ് സുരേന്ദ്രൻ്റെ വലം കൈ, പാർട്ടിയുടെ പാലക്കാട്ടത്തെ പ്രഭാരിയായിരുന്നു. പാലക്കാട്ടത്തെ പ്രഭാരി രഘുനാഥൻ എന്തുകൊണ്ട് യോഗ്യനല്ല എന്ന് ശിവരാജൻ തന്നെ സുരേന്ദ്രനോട് പറഞ്ഞപ്പോൾ നിയമിച്ചു പോയി, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല ചേട്ടാ എന്ന് സുരേന്ദ്രന് പറയേണ്ടി വന്നു. അതായത് ഈ രഘുനാഥിൻ്റെ സ്വന്തം കോഴിക്കോട് തന്നെയുള്ള തൻ്റെ സ്വന്തം നാട്ടിൽ സ്വന്തം ബൂത്തിൽ ഒരു 10 വോട്ട് പോലും കിട്ടാൻ കഴിവില്ലാത്ത ആളാണെന്നും ശിവരാജൻ പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും കൃഷ്ണകുമാറുമായിട്ട് ഷാഫിക്ക് ബിസിനസ് ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട്. കൗൺസിലർമാരുടെ ഈ തലയിൽ ഈ പരാജയഭാരം കൊണ്ടുവയ്ക്കേണ്ട എന്ന് മുതിർന്ന നേതാവ് ശിവരാജൻ പറയുന്നു. ബി ജെ പിയുടെ പാലക്കാട് നഗരസഭയിൽ എടുത്ത പല തീരുമാനങ്ങളും മണ്ടം തീരുമാനങ്ങളായിരുന്നു എന്നും പറയുന്നുണ്ട്. കൂടാതെ വയനാട് പ്രശ്നം കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് വയനാടിന് വേണ്ട പാക്കേജ് കിട്ടിയില്ല എന്നുള്ള കാര്യം ഈ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ള കാര്യം ബി ജെ പിയുടെ നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇത് ഒരു കമ്മിറ്റിയിൽ പറയാനുള്ള ധൈര്യമില്ല എന്നുള്ളത് മറ്റൊരു സത്യവുമാണ്. ഏതായാലും കൃഷ്ണകുമാറുമായി ഷാഫിക്ക് ബിസിനസ് ബന്ധം ഉണ്ടെന്നും ആരോപിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിൻ്റെ മാത്രം തലയിൽ ഈ പരാജയം കൊണ്ടുവയ്ക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല, കൗൺസിലർമാരുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല, സന്ദീപ് വാര്യരുടെ പോക്ക് തടയാൻ RSSനായില്ല. ഇത്തരത്തിൽ ഒരുപാട് കണ്ടെത്തലുകളാണ്
BJPയിൽ ഉണ്ടായിരിക്കുന്നത് നാളെ കൂടുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ഒരു വൻ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശിവരാജൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ, അതായത് PK കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും ഒഴികെയുള്ള നേതൃനിരയ്ക്ക് പിന്നിൽ പലരും സുരേന്ദ്രൻ നേതൃസ്ഥാനം ഒഴിയുന്നതിനെ എതിർക്കുന്നുണ്ട്. ഇതിനെല്ലാം തടയിടാനാണ് സുരേന്ദ്രൻ ഒരു മുഴം നീട്ടിയെറിഞ്ഞ് തൻ്റെ രാജി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ഏതായാലും കേന്ദ്ര നേതൃത്വം സുരേന്ദ്രൻ്റെ രാജി അംഗീകരിക്കില്ല എന്നത് വ്യക്തമാണ്. JP നദ്ദ അംഗീകരിക്കില്ല, പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറി സന്തോഷ് അംഗീകരിക്കില്ല. ഏതായാലും നാളത്തെ കമ്മിറ്റിയിൽ സുരേന്ദ്രനെതിരെയുള്ള കുറ്റങ്ങളും പാർട്ടിയിൽ പറ്റിയ ക്ഷീണവുമൊക്കെ ചർച്ചയാകും എന്നുണ്ടെങ്കിലും ശിവരാജൻ ഉൾപ്പെടെയുള്ള പഴയകാല നേതാക്കളും ഒന്നിലും നിൽക്കാത്ത ഒരു കൂട്ടം നേതാക്കളും സുരേന്ദ്രനെ സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. അല്ലാതെ മറ്റൊരു പുതിയ നേതാവിനെ ഈ അവസരത്തിൽ കണ്ടെത്താൻ BJPക്ക് കഴിയില്ല എന്നുള്ളതും ഒരു സത്യമാണ്. നന്ദി, നമസ്കാരം. പറയുന്ന കോഴിക്കോട്ടുകാരനാണ് രഘുനാഥാണ്. ഈ രഘുനാഥൻ ഒരു കൊല്ലം മുമ്പേ ഇവിടുത്തെ പ്രഭാരിയാണ്. ഞാൻ സുരേന്ദ്രനത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന 6 മാസം മുമ്പേ പറഞ്ഞു, ഈ പ്രഭാരിയെ മാറ്റാതെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. ഈ പ്രഭാരി തമ്മിലടിപ്പിക്കുന്ന പ്രഭാരിയാണ്. അയാൾക്ക് സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാർഡ് ഇലക്ഷൻ ജയിപ്പിച്ച ഒരാളെ പാലക്കാട് പോലുള്ള ഭാഗത്ത് ഒരു പ്രഭാരിയാക്കട്ടെ. ഒരു ഭിന്നിപ്പിക്കുന്ന ഒരാളെയും യോജിപ്പിക്കാൻ ആൾക്ക് കഴിവില്ലാത്ത ഒരു പ്രഭാരി, അതാണ് ഈ പാലക്കാട് നശിപ്പിച്ചത്. സുരേന്ദ്രൻ വന്ന് നിന്നതുകൊണ്ടാണ് ഈ വോട്ടെങ്കിലും കൃഷ്ണകുമാർ കിട്ടിയത്. ഇവിടെ വന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കൗൺസിലർമാരുടെ മേലാണ് തോൽവിയുടെ ഉത്തരവാദിത്വം. കൗൺസിലർമാരുടെ തോൽവിയില്ല. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രനെ വേണ്ടി വാദിച്ചത്. എൻ്റെ ബൂത്തിൽ 80% വോട്ടാണ് BJP കിട്ടിയത്. ഞങ്ങൾക്ക് പ്രസ്ഥാനത്തോടെ കൂടെ വ്യക്തികളോട് ഒരു